ഹലോ ഗൈസ്, നമ്മൾ കൽപ്പറ്റ പോവാണ്. മോളെ കാണിക്കാൻ പോവാണ്. നമ്മളെ പൊട്ടപ്പാലെടുത്തിട്ടുണ്ട്, കാണിച്ചതാ. കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നിലത്തെത്തിക്കോളും. ഹലോ ഗൈസ്, നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ആശുപത്രിക്കും പിന്നെ നമ്മൾ നഷ്ടമുള്ളൂ. ഹലോ ഗൈസ്, നമ്മൾ കൽപ്പറ്റ പോവാണ്. മോളെ കാണിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ നെസ്റ്റോലും കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ബും. അങ്ങനെ ഞങ്ങളിതാ ലിയോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 9:15 എത്തിയപ്പോൾ തന്നെ പിന്നെ ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ടോക്കൺ വന്നിട്ട് 3ാമതാണ് കേട്ടോ. പിന്നെ ഇതാ വേറൊരു കുട്ടീനെയും കൂടിയും പരിചയപ്പെട്ടിട്ടുണ്ട്. ദിവമോൾ ഫ്രണ്ടാണ് കേട്ടോ. കുറേ നേരം കളിച്ച് കേട്ടോ അവർ രണ്ടാളും കൂടിയിട്ടും. പിന്നെ നമ്മൾ എന്താക്കി അവരോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ വരാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി താഴെ വന്നു കേട്ടോ. അങ്ങനെ താഴെ വന്നിട്ട് 2 ചായയും പിന്നെ ദിവമോൾക്ക് വെള്ളച്ചായയും വാങ്ങി കൊടുത്തു. പിന്നെ അവർ രണ്ടുപേരും പഴംപൊരിയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഞാനൊരു വടയും കുടിച്ചു കഴിച്ചു കേട്ടോ. ചായ കൂടി കഴിഞ്ഞു. അങ്ങനെ ദിവമോളെ കാണിച്ചു. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളിവിടെ നെസ്റ്റോയിൽ പുതിയൊരിത് നെസ്റ്റോലല്ല, കല്യാണിൽ പുതിയൊരിത് ഫസിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. ഉദ്ഘാടനത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഷിയാബ് തങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ അവിടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. എന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അങ്ങനെ ഓടിച്ചൊന്ന് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അധികം അങ്ങോട്ട് തിരയാനൊന്നും നിന്നില്ല. പിന്നെ അവർ പറഞ്ഞു മേലെ പോയിട്ടുണ്ടെങ്കിൽ വേറെ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഇതിനായിട്ട് വന്നതല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ കയറിയില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ എന്താക്കി ഇവിടുന്ന് കുറച്ചെല്ലാം നോക്കിയിട്ട് തപ്പിയിട്ട് നല്ല ഇതൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ നെസ്റ്റോ പോയിട്ടോ. നെസ്റ്റോ പോയപ്പോഴാണ് അവിടുന്ന് നമ്മൾ സഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നില്ല. സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് സഞ്ചി എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെയും കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 129 ഷാള്, ദുപ്പട്ട, നല്ല ദുപ്പട്ടാസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുണ്ടായിരുന്നു. പിന്നെ പലോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പലോസ് ഞാൻ കുറേ വലിച്ചു നോക്കി. എനിക്ക് അതിൻ്റെ ബ്ലാക്ക് മാത്രം ഉണ്ടോ എന്ന് നോക്കി. പക്ഷേ അതിൽ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ വൈറ്റ് ഞാൻ എടുത്തില്ല കേട്ടോ. വൈറ്റ് നിഴലടിക്കില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ അതാ 179 നല്ല അടിപൊളി നെയ്റ്റികൾ ഉണ്ടായിരുന്നു കേട്ടോ. കോട്ടൻ്റെ നല്ല അടിപൊളി നെയ്റ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നെയ്റ്റി എടുത്തില്ല. നെയ്റ്റി ഇടാറില്ലല്ലോ ഇപ്പം, ഇടും ഇടയ്ക്കൊക്കെ. പിന്നെ എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 189 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ വേറെ മോഡലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അങ്ങോട്ട് നോക്കി നിന്നില്ല. നിന്നിട്ടുണ്ടെങ്കിൽ വാങ്ങണം തോന്നും കേട്ടോ. പിന്നെ വലിയ ഇങ്ങനത്തെ ജിമിക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനധികം ലേഡീസിലും ഫാൻസിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കമ്മൽ കണ്ടിട്ടുണ്ടെങ്കിൽ വിടില്ല. വാങ്ങിയിട്ടില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തപ്പിയും കൊണ്ടിരിക്കും കേട്ടോ. അതെൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ നമ്മളിവിടെ ഓഫറിലുള്ള കുറച്ച് കുർത്ത ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലുള്ള അതിലൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മമ്മയും മോളും കൂടി ഇവിടെ ഡെക്കോറൊക്കെ നോക്കുകയാണ് കേട്ടോ. ചെടികൾ വീട്ടിൽ വെക്കുന്ന, അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെ വന്നു കേട്ടോ, ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു വലിയ ലോലിപോപ്പ് കണ്ടത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ലോലിപോപ്പ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ഓഫറുള്ള ഓയിലും വെളിച്ചെണ്ണയൊക്കെ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ സാധനം വാങ്ങാൻ വിചാരിച്ചെങ്കിലും വാങ്ങിയില്ല. കാരണം നമ്മൾ ആ ഷോപ്പർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഏറ്റി കൊണ്ടുപോകാനും ഭയങ്കര പണിയാണ്. പിന്നെ നമ്മൾ ഫുഡിൻ്റെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇപ്പോൾ ഉള്ളതെന്ന് അങ്ങനെ നോക്കി. അപ്പം ദിവമോക്ക് ഏതോ ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ബീഫ് പിസ്സ ബണ്ണോ അങ്ങനെ എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് അത് ഒന്ന് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, ദിവമോക്ക് മാത്രമായിട്ട് കേട്ടോ. വീട്ടിൽ വന്ന് തിന്നോക്കിയപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇവർക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അത് മാത്രം ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിസ്സ ഉണ്ട്, ബർഗർ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക്
എന്താണ് ഏത് വേണമെങ്കിലും അവരെടുത്ത് തരും. അതുപോലെ തന്നെ അത് അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തരും കേട്ടോ. പിന്നെ മേലെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനും പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് ഹോട്ടലിലേക്കാണ് കേട്ടോ. അങ്ങനെ ഓരോ പൊറോട്ട വീതം നമ്മളെല്ലാവരും കഴിച്ചു. പിന്നെ ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അത് കഴിച്ച് നേരെ വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ ചെയ്തത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം വെയിൽ കൊണ്ടിട്ട് വെയിൽ കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചിട്ട് ഓയിൽ പിന്നെ ഇതെന്താ കുഞ്ഞ? ഇത് ചോക്കോ ബന്നോ അങ്ങനെന്തോ വാങ്ങിയിട്ടുണ്ട്. ഇതെന്തായിരുന്നു മോനെ? ബീഫ് പിസ്സ ചിക്കൻ പപ്സോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇതെല്ലാം കൂടി ചമ്മന്തി ആയിട്ടുണ്ട് ഗൈസ്. കിൻഡർ ജോയ്, ഇത് ദിവമോളെ കിൻഡർ ജോയ് സ്പൂണും ഉണ്ട്. പിന്നെ നമ്മള് തണ്ണിമത്തൻ വാങ്ങിയിട്ടുണ്ട്. തണ്ണിമത്തൻ പിന്നെന്താ വാങ്ങിയ? പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ വാങ്ങിയ? പിന്നെ അല്ലറ ചില്ലറ. പിന്നെ ഇതെല്ലാം വാങ്ങിയത് ഗൈസ്. ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതല്ല കുഞ്ഞ്. വായിക്കാനാ? ചീരേന്റെ പറിക്കാൻ പോവാ. മുള്ളൻ ചീരേന്റെ അല്ലയോ? ഇവിടേക്ക് കാടാണ് ഗൈസ്. പിന്നെ വാഴത്തോട്ടം. വാ വാഴത്തോട്ടം ഇത് മൊത്തം വാഴത്തോട്ടം. ഗായ്സ്, നമ്മളെ പൊട്ടപ്പാൽ എടുത്തിട്ടുണ്ട്. കാണിച്ചതാ പൊട്ടപ്പാലം. വിചിത്രമായിട്ടുള്ളൊരു പാലമാണ്. കണ്ടില്ലേ? ഇതിന്റെ എഞ്ചിനീയർ ആരാണാവോ? കണ്ടോ? ഇങ്ങനെയാണ് നമ്മളെ സ്റ്റെപ്പൊക്കെ ഉള്ളത് ഗൈസ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതാ അവിടെ മൊത്തം ഇങ്ങനെ വെള്ളം കയറും കേട്ടോ. ഇങ്ങനെ മൊത്തം കയറും. ഇതാ ഈ ആലേൻ്റെ അവിടം വരെ കയറും കേട്ടോ. ഇപ്പോൾ വേനലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. അല്ലെങ്കിൽ ഇവിടെ മൊത്തം കയറും. ഇതൊക്കെ പിന്നെ പശുവിൻ്റെ പുല്ലല്ല മോനെ? പശുവിന് തീറ്റ കൊടുക്കുന്നത്. പാലത്തിന്റെ ഹൈലൈറ്റ് ഇതാണ്. മൗങ്കളി ടാർസൻ ഇതുപോലെ വേണം പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ, കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നിലത്തെത്തിക്കോളും. ഇതിന്റെ സ്റ്റെപ്പ് ഉള്ളത് ഇങ്ങനെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഏതോ ഒരു കൊല്ലത്തെ മഴയത്ത് ഇങ്ങനെ ആയതാണ്. പിന്നെ ഇത് നന്നാക്കാനും ഇതാക്കാനും ഒന്നും ആരും നോക്കിക്കില്ല. ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെത്. ഇനി ഞാൻ ഇറങ്ങാൻ പോവാണ് ഗൈസ്. എത്തിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇറങ്ങാം. ഫ്രണ്ട് ഇങ്ങനെ ഇറങ്ങണം ഗൈസ്. കണ്ടോ? കയറ് പിടിക്കുക, ഇറങ്ങുക. കണ്ടോ? ഇങ്ങനെ തൂങ്ങി ഇറങ്ങണം. കണ്ടോ ഇവിടെ എത്തി. സൂര്യൻ അമ്പ കണ്ടോ? താഴെ എത്തി ഗൈസ്. കണ്ടോ? താഴെ നോക്കുമ്പോ നോക്ക് സ്റ്റെപ്പ് തന്നെ. അപ്പോൾ വരൂ, കമോൺ. നമുക്ക് ഈ കാട് കിടന്ന് ഇപ്പുറം എത്തണം. എൻ്റെ മുടിയൊക്കെ ഞാൻ ചീവിട്ടും കൂടി ഇല്ല കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണ്. അതാണ് ഈ ഒരു കോലം.
ഞാൻ കയറട്ടെ. വന്നാ ഹായ്. ഒരു നാളെ മാറി ഇങ്ങോട്ട്. അതിൻ്റെ ഉള്ളിൽ നിറച്ചും പൊടി. ഗൈസ് നമ്മളങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ആഹാ, സൂര്യനൊക്കെ എന്ത് രസാ കാണാന്. ബീച്ചിലൊന്നും പോണ്ടല്ലോ കുഞ്ഞാ, സൂര്യന് സൺസെറ്റ് കാണാനേ. നമുക്ക് ബീച്ചിലൊന്നും പോണ്ടല്ലോ അല്ലേ? അതാ എന്താ രസം നോക്ക്. നല്ല രസമുണ്ട് അല്ലേ? നടക്ക്. അപ്പൊ നിക്ക, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പറയട്ടെ. അപ്പൊ നമ്മളെ ഇന്നത്തെ വ്ളോഗ് ആട്ടങ്ങ ഇതിന്ന് എടുക്ക് കുഞ്ഞാ, ഇതിന്ന് എടുക്ക. ആട്ടങ്ങ എടുക്ക്. ആ, അതിൽ കൈയിട്ടിട്ട് എടുക്ക്. എന്താ നോട്ടെ. അത് പാപ്പൂല് തേച്ചിട്ട് വട്ടത്തിന് തേച്ചിട്ട് പാപ്പു ഇതാണ് ആട്ടങ്ങ. ആട്ടങ്ങ പാല്. ആട്ടങ്ങ പാല് ചൂട്ടയ്ക്ക് 2. പച്ച ഓടി വരുന്ന ഒരു കള്ളനെ പിടിച്ച്. ഇതാണ് ആട്ടങ്ങ. ഇല്ല, നമുക്കിവിടെ വയലിൽ നിന്നിട്ടുണ്ട് ശരിക്കും കാണാട്ടോ. കണ്ടും തിരിച്ചോ.